ഇതിൻ്റെ മെയിൻ സ്പോൺസർ മജിക്ക മിസ്റ്റർ അബ്ദുൽ സലാം ഹൈദരാബാദ്. ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവുക കേട്ടോ. അപ്പം എല്ലാവരും പറയുന്നിട്ടില്ലേ, ഇരുന്ന് ഊപ്പാട് ഇളകിപ്പോയി. അതേ ഒരു അവസ്ഥയാണ് മക്കളെ ഇന്ന് ഞങ്ങളുടെ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുഞ്ഞാണിയാക്കാക്ക് വലിയ കുഴപ്പമില്ല. കുഞ്ഞാണിയാക്കാക്ക് ബൈക്കിൽ യാത്ര ചെയ്യണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞമ്മക്ക് എന്താണെന്ന് അറിയില്ല, ബൈക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര കുത്തിക്കുലുക്കവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളാകെ ടയേർഡാവും, ഭയങ്കര ക്ഷീണാവും, വിശപ്പ് കൂടും, ദാഹം കൂടും യാത്ര ചെയ്താൽ. അപ്പോൾ ഒരു 10-72 കിലോമീറ്ററോളം നമ്മളെ വീട്ടിൽ നിന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് ചേളാരി ഒരു യൂട്യൂബ് മീറ്റപ്പ് ഉണ്ട് കേട്ടോ. വലിയ പരിപാടിയാണ്, അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ എനിക്ക് ബെസ്റ്റ് സിംഗറിനുള്ള ഒരു അവാർഡ് നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. അവിടെ മന്ത്രി വരുന്നുണ്ട്, നമ്മുടെ മഞ്ചേരിയിലുള്ള പാട്ടുകാരനില്ല, എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ജംഷീർ, അങ്ങനെ പലരും അവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ എന്താ പറയുക, മൂമെൻറ്റോ കൊടുക്കുന്നുണ്ട്. അതുപോലെ വലിയ വലിയ യൂട്യൂബേഴ്സ് കാര്യങ്ങളെല്ലാവരും അവിടെ വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ അൽഹംദുലില്ലാ നമ്മൾക്കും ബെസ്റ്റ് സിംഗറാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചേളാരിയിൽ എത്തിട്ടോ. 72 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും നമ്മളെ ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരണമല്ലോ. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയൊക്കെ നമ്മൾ തന്നെ ആയിരുന്നു കേട്ടോ. ഈശ്വര പ്രാർത്ഥനയ്ക്കൊക്കെ ഞാൻ തന്നെ ആയിരുന്നു. അപ്പോൾ അതാ നമ്മൾ ചേളാരി സെഞ്ചുറി എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. നല്ല അടിപൊളി ഓഡിറ്റോറിയമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്, നല്ല സ്റ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളതൊക്കെ ഇവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നിൽ തന്നെ പോയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടിയും ഇവിടെ നിന്നിരുന്ന് കാണാമല്ലോ വിചാരിച്ച്. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഇതാ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമുക്കൊരു ടോക്കൺ നമ്പർ ഉണ്ട്, അതൊക്കെ. പിന്നെ ഇതാ ഷാജിനെ പരിചയപ്പെട്ടു. ആരൊക്കെ ഈ കുട്ടിയെ കുറ്റം പറഞ്ഞാലും എനിക്ക് ഇതിനെ വലിയ ഇഷ്ടമായി. നേരിട്ട് കണ്ടപ്പോൾ പാവാണെന്ന് തോന്നിട്ടോ. അപ്പോൾ ഇവരോട് കുറേ സമയം സംസാരിച്ചിരുന്നു. പിന്നെ ഒരുപാട് സമയം ഞങ്ങൾക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഫാമിലി ഒരുപാട് ഇഷ്ടമായി. നോക്കി പറയാൻ അപ്പോൾ അതാ നമ്മളെ നിബൂസ് ഒരു പ്രതിജ്ഞ ചൊല്ലിയതാണ് ലഹരിനെ കുറിച്ചിട്ട് കേട്ടോ. നിബൂസിനൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ നല്ല ബിരിയാണി കാര്യങ്ങൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അച്ചാറും ചർലാസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിഭവസമൃദ്ധമായിട്ടുള്ള ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അത് കുടിച്ചു. മുന്തിരി ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, അതുപോലെ വേറെയുള്ള ഐറ്റംസിൽ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കുടിച്ചു. പിന്നെ അടിപൊളി കലാപരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും അവിടെ പ്രോഗ്രാമും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ എന്താ പറയുക, അവാർഡ് ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവാർഡൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ള മൊമെൻറ്റോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞങ്ങൾ എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ തിരിച്ചു പോന്നു. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, ബിരിയാണി നിന്നതൊക്കെ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കഫേയിൽ കയറിയിട്ട് ഞാൻ ഐസ്ക്രീമും ഇട്ട ഫ്രൂട്ട് സലാഡാണ് കഴിക്കുന്നത്. കുഞ്ഞാണിയാക്കി കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ആർത്തിയോടെ ഇങ്ങനെ ഞാൻ കോരി കഴിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ പൂക്കോട്ടുംപാടം വന്നിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഞങ്ങൾ നേരെ ഇങ്ങ് പൂര ചെയ്തത് ഇരുന്ന് ഊപ്പാടിളകി കേട്ടോ. സത്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവം. ഭയങ്കര ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങോട്ടൊരു 70 കിലോമീറ്റർ, ഇങ്ങോട്ടൊരു 70 കിലോമീറ്റർ കേട്ടോ. 72 അപ്പോൾ എത്ര കിലോമീറ്റർ നമ്മൾ വണ്ടിയിലിരുന്നു അല്ലേ. ഏതായാലും അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് സ്തുതി. ഇനി ഞാൻ വാങ്ങിയിട്ടുള്ള മൊമെൻറ്റോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബെസ്റ്റ് സിംഗർക്കുള്ള ഒരു മൊമെൻറ്റോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ഞാനും കുഞ്ഞാണിയൊക്കെ ഇതാ പൂക്കോട്ടുംപാടത്ത് കടകൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കണ ഒരു കടയുണ്ടത്. ഇവിടെ എല്ലാ വിധത്തിലുള്ള കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബൈക്കുമ്മ കുഞ്ഞാണിയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടൊരു കാക്കാനെ എപ്പോഴും കണ്ട് പരിചയമുണ്ട്. അപ്പോൾ ആ കാക്കാനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ കാക്ക അവിടെ നല്ല
ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ ഇറങ്ങുകയാണ്. ഇനി എനിക്ക് കിട്ടിയിട്ടില്ല മൂമെൻ്റ് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിതാ ഇപ്പോൾ ചുന്നും പറഞ്ഞ പോലെ വീട്ടിലെത്തും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ സെഞ്ച്വറി ഓഡിറ്റോറിയത്തിലായിരുന്നു ചേളാരി ഞങ്ങളുടെ യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പ്. ഒരുപാട് കൂട്ടുകാരെയൊക്കെ കണ്ടു, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്, ബെസ്റ്റ് സിംഗർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇത് വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് നിന്ന് കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റി. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ചാനലിലും ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാത്തത് കാരണം വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.